മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്. കോതമംഗലത്തു നിന്നും 14 കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ളത്. പച്ച നിറഞ്ഞ പുൽമേടുകളാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ശുദ്ധവായു നിറഞ്ഞ ഒരു പ്രദേശമായി ഇത് നമുക്ക് അനുഭവപ്പെടും. മഴക്കാലത്താണ് സാധാരണയായി ആളുകൾ ഇവിടേക്ക് വരുന്നത്. മഴക്കാലത്ത് ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഡാമിലെ വെള്ളം തുറന്നുവിടും. അങ്ങനെ ഇവിടുത്തെ പുൽമേടുകൾ എല്ലാവർക്കും ദൃശ്യമാകും. വാഹനം നമ്മൾ പുറത്ത് പാർക്ക് ചെയ്തതിനു ശേഷം ഒരു 150 മീറ്റർ നടന്നു വന്നിട്ടാണ് ഇവിടെ സന്ദർശിക്കാൻ കഴിയുക. എൻട്രി ഫീസ് ഒന്നും തന്നെയില്ല. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒന്നും എവിടെയും വലിച്ചെറിയാതെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിൽ നിന്ന് 3 കിലോമീറ്റർ അടുത്താണ് ഈ സ്ഥലം. ഭൂതത്തൻകേട്ട് ഡാം ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരാൻ നോക്കുക കഴിയുന്നതും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇവിടെ അടുത്തൊക്കെ നിറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഈ വീടുകളിലൊക്കെ നടുക്ക് ഒരു ഡാം പോലെ. എനിക്ക് ഡാമിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇവിടെ നല്ല ഭംഗി കിട്ടുക. അപ്പോൾ ആക്ച്വലി ഡാമിൽ നല്ല വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു വ്യൂ കിട്ടത്തില്ല. എന്നാലും കുറച്ച് ഭാഗത്തൊക്കെ ഡാമിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഒരു പുല്ല് പോലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. സ്ഥലമൊക്കെ രസമുണ്ട് കേട്ടോ. ഒരു പുല്ലുമേട് പോലെയാണ് അല്ലേ?
വന്നിട്ടുള്ള സമയം ഒരു 12 മണിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ ചൂടും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സ്ഥലമാണ്. നല്ല ഗ്രൗണ്ടൊക്കെ ഉണ്ട്, പിള്ളേർ കളിക്കാനൊക്കെ പറ്റിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട്. ഇവിടുന്ന് ആ മലയുടെയൊക്കെ വ്യൂ ഇപ്പോൾ കാണുന്നില്ല, ഇത് അടിപൊളിയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. മലയൊക്കെ ചുറ്റുപാടും ഈ മലയുടെ ഒരു ചുറ്റുപാടും മലയാണ്. ഒരു ഐലൻഡ് പോലെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. നാല് സൈഡും വെള്ളമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് 4 സൈഡും വെള്ളമാണ്. ഇതൊരു ഐലൻഡാണ് ആക്ച്വലി. ഇവിടെ ഇനിയും ഇതിൽ വെള്ളം പൊന്തും. പക്ഷേ ഇപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നും കൂടി അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഒന്നുകൂടി വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല വ്യൂ ആയിരിക്കും. ഇതൊക്കെ പോകുന്നത് ഇത് ഏത് നദിയാണ് വിഷ്ണു? പെരിയാർ. ഏതാ? പെരിയാർ. നല്ല സൂപ്പർ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ചൊന്ന് മാറിപ്പോയി. നമ്മൾ ഈ ഒരു ഉച്ച സമയത്തല്ല ഇങ്ങോട്ട് എത്തേണ്ടത്. നമ്മളൊരു പറഞ്ഞ പോലെ ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കുറച്ച് ചൂടുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെരിയാറിൻ്റെ സൈഡിലാണ്. ഇപ്പോൾ നമ്മുടെ പിന്നിലൊക്കെ പോകുന്നത് പെരിയാർ നദിയാണ്. അത് കാണാൻ കഴിയുന്നുണ്ടാവും. പെരിയാറിൻ്റെ സൈഡാണ് കേട്ടോ അത്. എല്ലാവരും വരികയാൻ പറ്റുകയാണെങ്കിൽ ഒരു ഈവനിങ് ടൈമോട് കൂടിയിട്ട് വരാൻ നോക്കാം. വ്യൂ ഒക്കെ ബെസ്റ്റ്, നല്ല സൂപ്പർ കിടിലൻ വ്യൂ ആണ്. സൂപ്പർ.